പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തോട്ടിലെ നെണ്ടാണ്. അപ്പം ഞങ്ങൾ തോട്ടിൽ പോയി കറുത്ത നെണ്ടിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കറി വെക്കുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന നെണ്ടിനേക്കാൾ എത്രയോ ടേസ്റ്റാണ്. അപ്പം ഞാൻ തോട്ടിലെ നെണ്ട് ക്ലീനാക്കി കറി വെക്കുന്ന വീഡിയോ ആണ്. പിന്നെ നെണ്ടിനെ പിടിക്കുന്നതും കറി വെക്കുന്നതും എല്ലാം ഈ വീഡിയോയിലുണ്ട്. ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് പോവാം. ഇങ്ങനെ മീനിൻ്റെ തല ഉണ്ടോ? മീനിൻ്റെ തല കെട്ടിയിട്ട് നമ്മൾ നെണ്ടിനെ പിടിക്കലാന്നേ. എന്താ നെണ്ടിപ്പോൾ വരൂ അപ്പഴും പൊന്തിക്കണം. എന്നാ സീനു അപ്പുറം പോ. സീനു അടുക്കള മിച്ചു കൊടുക്കല്ല. അതെ അതെ ഇപ്പൊ നെണ്ടിനാ ഇരിക്കൂടോ. ഒരു മിനിറ്റ് സൈലന്റ് ആയിട്ട് എല്ലാവരും ഇരിക്കാം. കടിക്കറ കടിക്കുവാ. അങ്ങനെ നമ്മൾ അത്യാവശ്യം നെണ്ടിനൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാം മാളത്തിൻ്റെ ഉള്ളിൽ അത് നെണ്ടുണ്ടാകുക. നമ്മളെ ഈ തല വെച്ച് കൊടുത്തപ്പോൾ ഒരു നെണ്ട് കൊണ്ടുപോയി. വീണ്ടും നമ്മൾ തലയും ഉണക്കമുള്ളൻ്റെ തലയൊക്കെ വെച്ചിട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മാളത്തിൻ്റെ ഉള്ളിലേ ഉണ്ടാകുക കേട്ടോ. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നെണ്ട് പിടിക്കാൻ പോകുന്നത്. കഴിച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതുപോലെ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് നമുക്ക്, മക്കൾക്കും നമുക്കെല്ലാം. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് ക്ഷമയൊക്കെ വേണം നെണ്ടിനെ പിടിക്കാൻ. എല്ലാ മാളത്തിലുണ്ട്. കുറേ നെണ്ടൊക്കെ നമ്മളെ മീനും തലയൊക്കെ വലിച്ചിട്ട് മാളത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ കുറച്ച് ഞാനും കൂടി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഈ നെണ്ടിൻ്റെ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാല് കല്ലിൻ്റെ ഉള്ളിൽ ഇറുക്കി പിടിക്കും. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇര കാണുമ്പോൾ അപ്പത്തേക്ക് പോകും. അതാണ് നമ്മളെ തോട്ടിലെ നെണ്ടിനെ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനെ കാലിൽ അടർത്തിയെടുത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കും കേട്ടോ. അപ്പം ഞാൻ ഇത് വെക്കുന്ന രീതി കാണിച്ചത് കണ്ട. നമ്മളെ നെണ്ടൂട്ടന്മാരൊക്കെ സെറ്റായി ഓക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെല്ലാം ഒന്ന് കാലൊക്കെ മുറിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കട്ടെ. കണ്ട അതിൻ്റെ ജീവനൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മളിതിനെ പൊട്ടിച്ചിട്ട് ക്ലീൻ ആക്കട്ടെ. കണ്ട ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക സാധാരണ നെണ്ട് പോലെ തന്നെ. നല്ല ചെറുതായതല്ലോ. ഇടുന്നത് പച്ചമുളക്, ഉള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്ര ഐറ്റംസേ ഇടുന്നുള്ളൂ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. കൂടുതൽ മസാലകളൊന്നും ഇടുന്നില്ല. നമ്മൾ വറ്റിച്ചെടുത്ത് നല്ല എരിവോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് വേഗം ചട്ടി കാഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടാണ് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ചോദിക്കും കഴിക്കുമോ. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന നെണ്ടിനേക്കാൾ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ അവിടുന്ന് പിടിക്കുമ്പോൾ തന്നെ അവിടെയുള്ളവരൊക്കെ പറയുന്നുണ്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് തോട്ടിലെ നെണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും എനിക്ക് തോട്ടിലെ നെണ്ടെന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ നല്ല സാധനമാണ്. നമുക്ക് കുറച്ചും കൂടി വലിപ്പമാണെങ്കിൽ സൂപ്പറായിട്ടുണ്ടാകുമായിരുന്നു. ഇതും കുഴപ്പമില്ല. ഇനി നമ്മളിത് എല്ലാം സെറ്റായിട്ട് മല്ലി, മുളക് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഇട്ടിട്ട്. ഇനി നമ്മൾ നെണ്ടും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഇനി കുറച്ച് അയ്യോ ചട്ടി കാഞ്ഞിട്ടുണ്ട്. അങ്ങനെ നെണ്ട് വരട്ടിയ തയ്യാറായി വന്നിട്ടുണ്ട്. അയ്യോ ആവി കാരണം ക്യാമറയിലെല്ലാം ആവി കയറിയിട്ടുണ്ട് കണ്ട. അതിൻ്റെ കൂടെ നമ്മൾ നല്ല ദോശയാണ്, നീർദോശയും പിന്നെ നെണ്ട് വരട്ടിയതും.
കണ്ടാൽ നല്ല ആവി വറക്കുന്ന തോട്ടിലേന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ദോശയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് കഴിക്കട്ടെ. ദോശ റെഡി ആയിട്ടുണ്ട്, ഞാൻ കഴിക്കട്ടെ എന്നിട്ട് പറയട്ടോ. സീന് ഗ്രേവിയാണ്. ഇനി ഇതൊന്ന് കഴിച്ചോട്ടെ. ഇതല്ല നല്ല എരിവാണ്. സാധാരണ ഞണ്ടിനേക്കാളും നല്ല ടേസ്റ്റാണ്. വലിയതും ഉണ്ടാവും, ഇത് അത്യാവശ്യം വലിപ്പം കുറഞ്ഞതാണ്. നല്ല വലിയ ഞണ്ടൊക്കെ ഒരുപാട് ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇത്രയേ കിട്ടിയുള്ളൂ, ചെറിയ ഞണ്ടൊക്കെ കിട്ടിയുള്ളൂ. വലിയ വലിയ ഏട്ടന്മാരൊക്കെ ഒരുപാടൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു അവിടെ. നമ്മളിങ്ങനെ കഴിച്ച് 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 ഞാൻ നിർത്തേണ്ട പരിപാടിയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ദോശയെല്ലാം നിന്ന് കഴിഞ്ഞാൽ ഞണ്ടാണ് നമുക്ക് നിർത്താതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു കൈയെല്ലാം വിട്ട് 2 കൈയായി. ഇത് നമ്മൾ മൊത്തത്തിലെല്ലാം കടിച്ചത്. തോട്ടിലെ ഞണ്ട് കിട്ടിയാൽ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം. സാധാരണ ഞണ്ട് ഇതുപോലെ വെച്ച് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.